ഇതാണ് ശംഖുപുഷ്പം എന്ന് പറയുന്ന ചെടി. ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് നമ്മൾ ആയുർവേദ ഉപയോഗത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ശരിക്കും വീടുകളിൽ 2 തരത്തിലാണ് ശംഖുപുഷ്പം കണ്ടുവരുന്നത്. ഒന്ന് വെള്ള നിറത്തിലുള്ളതും ഒന്നൊരു വയലറ്റ് നിറത്തിലുള്ളതും. ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് സത്യത്തിൽ. ഇത് തേനിൽ ചാലിച്ച് വെറും വയറ്റിൽ രാവിലെ ഒരു സ്പൂൺ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത്. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഓർമ്മശക്തി, അതേപോലെ തന്നെ ബുദ്ധി, ശരീരത്തിനൊരു ഉന്മേഷമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ ഇത് ചൂടുവെള്ളത്തിലിട്ട് തലേന്ന് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ നമുക്ക് വെറും വയറ്റിൽ കുടിക്കുന്നതും നല്ലതാണെന്ന് പറയുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂവിൻ്റെ ഒരു നിറമായിരിക്കും നമ്മൾ ഏതിലാണ് ഇട്ട് വെക്കുന്നത് അതിന് കിട്ടുക. ഇപ്പോൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഈ ഒരു നീല നിറം തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. പിന്നെ നമുക്ക് ഈ പൂവ് അരച്ച് ഫേഷ്യലായിട്ട് മുഖത്ത് യൂസ് ചെയ്യാൻ നല്ലതാണെന്ന് പറയപ്പെടുന്നു. അതേപോലെ തന്നെ ആൻറ്റി ഏജിങ്, മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ, ഇതിനൊക്കെ ഒരു പരിഹാരമാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ ഒരു പൂവ് വെച്ച് നമ്മളത് എത്രമാത്രം നമുക്കത് നിലനിർത്താൻ പറ്റും എന്നുള്ളത് എനിക്കത് അത്ര വിശ്വാസയോഗ്യമായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് പിന്നെ നമുക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ പൂവിൻ്റെ നിറത്തിലുള്ള ഒരു ഓയിൽ ലഭിക്കും. അത് നമുക്ക് തലയിൽ തേച്ച് യൂസ് ചെയ്യാനും നല്ലതാണ്. അതൊരു ഹെയർ കെയർ ആണ് സത്യത്തിൽ. മുടിക്ക് നല്ല സോഫ്റ്റ്നെസ്, അതേപോലെ തന്നെ റീഗ്രോത്ത്, തലയ്ക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഒക്കെ കിട്ടും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്കിത് വിശ്വാസയോഗ്യമാണ്. സ്കിന്നിലേക്കൊക്കെ ഇത് എത്രത്തോളം നമ്മളുടെ ഒരു യൗവനത്തെ പിടിച്ചു നിർത്തും എന്നുള്ളത് എനിക്ക് അത്ര ഒരു വിശ്വാസമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക.